ഹായ് ഫ്രണ്ട്സ്, ഒരേ മസിലിനുള്ള വിവിധ എക്സസൈസ്, അതായത് ഡംബലെ ചെയ്യുന്നു, മെഷീനെ ചെയ്യുന്നു, ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാരണങ്ങളും നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ജിമ്മിൽ ഈ പെക്ടെക് മെഷീൻ, അതായത് ബട്ടർഫ്ലൈ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഡംബലിൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഡംബലിൽ നമ്മൾ ഇത് ചെസ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോഴത്തേനും, നമ്മൾ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ചെസ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇതുണ്ടോ, ഇവിടെ നമ്മൾ 40 കിലോ പിടിച്ചാലും നമുക്ക് അത്രയും വെയിറ്റ് തോന്നില്ല. ഈ മുകളിൽ എന്നുവെച്ചാൽ നമുക്ക് വെയിറ്റ് കുറവായിരിക്കും. കാരണം നമ്മളുടെ ബോഡിയുടെ സെന്ററിൽ നിന്ന് ഈ വെയിറ്റ് അകലും തോറും, അതായത് അതിന് പറയും ലോഡ് ആം, ഇങ്ങോട്ട് ലോഡിന്റെ ആം കൂടുന്നതനുസരിച്ച് ഈ വെയിറ്റിന് കൂടുതലായിരിക്കും. ഇതിപ്പം 5 കിലോ ആണ്. ഇപ്പൊ ഇവന് ഈ 5 കിലോ പിടിച്ചാൽ എത്ര നേരം വേണേലും നിൽക്കാം. പക്ഷെ ഇത് പതുക്കെ ചെയ്ത് വന്നേ. ഇവിടെ ഇപ്പൊ 5 കിലോ എന്നുള്ള ഇച്ചിരി വെയിറ്റ് കൂടി, കുറച്ചുകൂടി കൂടി വെയിറ്റ് കൂടി വന്നു. ഇവിടെ വന്നപ്പോ ഇച്ചിരി കൂടി താഴെ വന്നപ്പോഴത്തേക്കും വെയിറ്റ് നന്നായിട്ട് കൂടി. അതായത് ആ മസിലിന് ഇവിടെ വന്നപ്പോൾ മസിലിന്റെ ഫംഗ്ഷന് ഇവിടെ വെയിറ്റ് കുറവും, ഇവിടെ വെയിറ്റ് കൂടുതലാണ്. ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് കിട്ടിയല്ല. വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയല്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മസിലിന് ഈസിയാണ്, ഇവിടെ പ്രവർത്തിപ്പിക്കുന്ന ആ മസിലിന് ഈസിയും, ഇവിടെ ഇതുള്ളതിന് മസിലിന് വെയിറ്റ് കൂടുതലാണ് കിട്ടുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്, കൂടുതൽ ട്രെയിൻഡ് ഇവിടെ ഈ ഒരു പൊസിഷനിലുള്ള ഈ ഒരു മസിലിനായിരിക്കും കൂടുതൽ കിട്ടുന്നത്. മുകളിലുള്ള മസിലിന് കൂടുതൽ പവർ കിട്ടില്ല. എന്നാൽ മെഷീനിലാണെങ്കിൽ ഇവിടെ ഏത് വെയിറ്റ് ആണോ, ഇത് ക്യാം ബേസ്ഡ് എന്ന് പറയും, ക്യാം ബേസ്ഡ് മെഷീനാണ്. ഒരു ക്യാം ആണ് മുകളിലുള്ളത്. അതിലാകുമ്പോഴത്തേനും എല്ലായിടത്തും ഒരുപോലെ വരും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരേ വെയിറ്റ്, ഇവിടെ ആണെങ്കിൽ ഒരേ വെയിറ്റ്, ഇവിടെ വന്നാലും ഒരേ വെയിറ്റ്. മറ്റേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വെയിറ്റ് കുറവാണ്, അങ്ങ് അകന്നു പോകുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ദൂരം കൂടുന്നതനുസരിച്ച് ആ ഡംബലിന് വെയിറ്റ് കൂടി വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈക്വൽ വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ മസിലും, ചെസ്റ്റിന്റെ എല്ലാ മസിലിനും കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരേ ടെൻഷൻ കിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇതാണ് ബെറ്റർ ഓപ്ഷൻ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലാറ്ററൽ റൈസിന്റെയും കൂടി നോക്കാം. ലാറ്ററൽ റൈസിന്റെ ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജിമ്മില് ഈ ലാറ്ററൽ റൈസ്, അതായത് നമ്മുടെ ഷോൾഡറിന്റെ ലാറ്ററൽ സൈഡിലുള്ള മസിലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് ഇതിപ്പം വെയിറ്റ് 5 ആണ് ഇട്ടേക്കുന്നത്. ഈ വെയിറ്റ് ഇവിടെ വരുമ്പോഴത്തേനും ഇതിന് വെയിറ്റ് കുറവാണ്. കുറച്ചുകൂടി ഇതൊക്കെ ഇത് കണ്ടോ, ഇതിന്റെ വെയിറ്റ് ഇച്ചിരി കൂടി ഫീൽ ചെയ്യും. ഇവന് കുറച്ചുകൂടി പൊക്കെ വെയിറ്റ് ഇച്ചിരി കൂടി കൂടുന്നതായിട്ട് തോന്നും. കുറച്ചുകൂടി പൊക്കെ ഇച്ചിരി കൂടി കുറച്ചുകൂടി പൊക്കെ നേരെ ആ ലെവലില്, ഈ ഒരു ലെവലിൽ പൊങ്ങിയാൽ മതി. ഈ ഒരു ലെവലിൽ നമുക്ക് അധികം നേരം പിടിച്ചോണ്ട് നിൽക്കത്തില്ല. അതിന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ് കൂടുതൽ കൂടി. കാരണം ബോഡിയിൽ നിന്നുള്ള ആംസ്, ലോഡാമ ദൂരം കൂടി, ബോഡിയിൽ നിന്നുള്ള ദൂരം കൂടുന്നതനുസരിച്ച് ഇത് പറയും. അതുകൊണ്ടാണ് ചിലർ ചെയ്യുമ്പോൾ അറിയാതെ കൈ മടക്കി പിടിച്ച് ചെയ്യുന്നത്. കൈ മടക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ നിന്നുള്ള ദൂരം കുറഞ്ഞു, അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിന് കുറയ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അങ്ങനെ ചെയ്യരുത്, ബോഡി വെയിറ്റ് കുറയുള്ളൂ. അപ്പൊ നിങ്ങൾ മെഷീൻ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേ വെയിറ്റ് ആയിരിക്കും. അത് നമുക്ക് കാണാം. ഇതുണ്ടോ, ഇതും ക്യാം ബേസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ടെൻഷൻ, ഇവിടെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡംബൽ ചെയ്യുമ്പോൾ ഇവിടെ ടെൻഷൻ ഇല്ലായിരുന്നു, ഇവിടെ ടെൻഷൻ ഉണ്ട്. എല്ലായിടത്തും ഒരേ ടെൻഷൻ വരും. എന്നുവെച്ചാൽ ഈ ക്യാം ഒരേ റൗണ്ടിലിരിക്കുന്നത്. ചില മെഷീൻ ഉണ്ട് ഇത് ഒരു കൃത്യം റൗണ്ട് ആയിരിക്കില്ല, ഇച്ചിരി ഓവൽ ഷേപ്പിലിരിക്കും. ആ ഓവൽ ഷേപ്പിലിരിക്കുന്ന മെഷീനും വെയിറ്റ് കൂട്ടിയും കുറച്ചും വരും. അതിനെക്കാട്ടിലും നല്ലതാണ് ഈ കൃത്യം റൗണ്ട് ആയിട്ടിരിക്കുന്ന ഇത് ചെയ്ത്. ഈ ഒരു വെയിറ്റ് തന്നെയാണ് ഇവിടെ, ഈ ഒരു വെയിറ്റ് തന്നെയാണ് ഇവിടെ, ഈ ഒരു വെയിറ്റ്. ഇപ്പൊ എന്താ പറ്റുന്നത്, ഇതിന്റെ പല ഫോമിലും നമ്മൾ ഈ ചെയ്യുന്ന പല ഇതിലും പല രീതിയിലുള്ളതിലും മസിലിന് ഒരേ ടെൻഷൻ ആയിട്ട് കിട്ടുന്നത്. താഴെ ഒരു ടെൻഷൻ ആയിരിക്കും, മുകളിൽ ഒരു ടെൻഷൻ ആയിരിക്കും, ഉള്ള ഒരു ടെൻഷൻ ആയിരിക്കും. അപ്പൊ മസിൽ ഡെവലപ്പിന് ഏറ്റവും നല്ലത് ഈ മെഷീനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചിലർക്ക് മനസ്സിന്റെ ഒരു സന്തോഷമുണ്ട്, നമുക്ക് മനസ്സിന്റെ സന്തോഷമാണ് മെയിനായിട്ട്. ചിലർക്ക് ഡംബലെ ചെയ്താലേ സന്തോഷം കിട്ടും. അങ്ങനെയുള്ളവർ ഡംബലെ തന്നെ ചെയ്യുക കേട്ടോ. നിങ്ങളപ്പോ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.